ഹലോ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഷിപ്പിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഷിപ്പിൽ എന്താണ് എൻ്റെ വർക്ക്, എന്താണ് എൻ്റെ ഡ്യൂട്ടീസ് എന്ന്. അപ്പോൾ എല്ലാം കവർ ചെയ്ത് എൻ്റെ ഈ ഫുൾ ഡേ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് 3:45 എനിക്ക് വേക്കപ്പ് കോൾ വരുന്നത്. അത് കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് തന്നെ. ഇനി നമ്മൾ കോളിനെ ആൻസർ ചെയ്തിട്ട് നമുക്ക് റെഡി ആവണം. 4 മണിക്ക് നമ്മളുടെ വാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം 4 മണിക്ക് 5 മിനിറ്റേ ഉള്ളൂ. ഇനി അപ്പം ജസ്റ്റ് മുകളിലോട്ട് പോയാൽ മതി. നമ്മളെ നാവിഗേഷൻ ബ്രിഡ്ജാണ്. അപ്പം നമുക്ക് ബ്രിഡ്ജിലോട്ട് പോവാം. അങ്ങനെ ഞാൻ നാവിഗേഷൻ ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ചാർട്ട് ടേബിൾ. ഇതൊരു ഗ്യാസ് ടാങ്കർ ആയതുകൊണ്ട് തന്നെ ബ്രിഡ്ജിലെത്തിയാൽ നമ്മൾ ആദ്യമേ നോക്കുന്നത് ടാങ്ക് പാരാമീറ്റേഴ്സ് ആണ്. 3 കംപ്രസറും റണ്ണിങ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ടാങ്ക് പ്രഷറും ടെമ്പറേച്ചറും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാച്ച് ടേക്ക് ഓവർ ചെയ്യണം. ഞാനും ചീഫ് ഓഫീസറും ഇപ്പം സെക്കൻഡ് ഓഫീസറിനെ റിലീവ് ചെയ്യും. സാറ്റ്സി മെസ്സേജൊക്കെ വന്ന് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ കർട്ടൻ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റ് ഒന്നും ഫ്രണ്ടിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നൈറ്റ് മോഡാണ്. എന്നാലേ നമുക്ക് ലൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റൂ, വേറെ ഷിപ്പിനെയൊക്കെ കാണാൻ പറ്റൂ. ഇനിയിപ്പം സെക്കൻഡ് ഓഫീസർ നമുക്ക് ഇവിടെ ട്രാഫിക് ഉണ്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇപ്പം സെക്കൻഡ് ഓഫീസർ പോയിട്ടുണ്ട്. അടുത്ത 4 മണിക്കൂർ നമ്മളുടെ വാച്ചാണ്. ഇനിയിപ്പം നമുക്ക് കോഫി കുടിക്കാം. കോഫിയാണ് മെയിൻ. രാവിലെ 4 മണിക്ക് നമ്മൾ എണീറ്റ് വരുന്നതാണ്. നല്ല ഉറങ്ങി കിടക്കേണ്ട സമയമാണ്. അപ്പം കോഫി കുടിച്ച് നല്ല ആക്റ്റീവായിട്ട് നമ്മൾ ബ്രിഡ്ജിൽ നിൽക്കണം. നമ്മളെ വിശ്വസിച്ചാണ് ബാക്കിയുള്ളവരെല്ലാം കിടന്നുറങ്ങുന്നത്. ഇതിപ്പം പസഫിക് ഓഷൻ ആയതുകൊണ്ട് അധികം ട്രാഫിക് ഒന്നും ഇല്ല. ആകെ ഒരു ഷിപ്പുള്ളത് നല്ല ദൂരെയാണ്. ഇനിയിപ്പം ഓരോ മണിക്കൂർ ഇടവിട്ട് നമ്മളുടെ ഷിപ്പിൻ്റെ പൊസിഷനും ഡയറക്ഷനും എല്ലാം നമ്മൾ GPS ലോഗിൽ ഫില്ല് ചെയ്യണം. പയ്യെ ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൺറൈസായി. ഇതാണ് നമ്മളുടെ വാച്ചിൻ്റെ പ്രത്യേകത. സൺറൈസും സൺസെറ്റും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് ഇനി പയ്യെ ഞാൻ എല്ലാം ഡേ മോഡിലോട്ട് മാറ്റുന്നുണ്ട്. നൈറ്റ് മോഡിൽ കിടന്ന എല്ലാ ഇതും എഗ്ഡിസും റഡാറും ബാക്കിയുള്ള എല്ലാം പയ്യെ ബ്രൈറ്റ്നെസ് കൂട്ടി ഡേ മോഡിലോട്ട് ആക്കും. ഇത് മാനുവലി ചെയ്യാനേ പറ്റൂ, ഓട്ടോമാറ്റിക്കലി ആവത്തില്ല. ഇനി നമുക്ക് ഈ കർട്ടനൊക്കെ മാറ്റാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാം ഡേ മോഡിലോട്ട് ആക്കിയോണ്ട് ഒരു കുഴപ്പമില്ല. അകത്ത കാര്യം നോക്കിയാൽ പോലെ ഇടയ്ക്ക് പുറത്തുകൂടെ നോക്കണം. എന്തെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ആക്ഷനും എടുക്കണം. അങ്ങനെ അടുത്ത കോഫിയും കുടിച്ച് നമുക്കിനി കോഴ്സ് ഓൾട്രേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഷിപ്പിൻ്റെ ഡയറക്ഷൻ ഇടയ്ക്ക് ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. അങ്ങനെ നമുക്ക് ഒരു ഷിപ്പ് ഇവിടെ സൈഡിലുണ്ട്. അത് ക്ലിയർ ആണ്, നമുക്ക് കുഴപ്പമില്ല. അതാണ് ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എല്ലാ വാച്ചിലും കോമ്പസർ എടുക്കണം. ഞാനിപ്പം സണ്ണിനെ വെച്ചാണ് എടുക്കുന്നത്. ഇത് നമുക്ക് മൂണിനെയും സ്റ്റാർസിനെയൊക്കെ വെച്ചെടുക്കാം. ഇതെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിൻ്റെ ജൈറോ കോമ്പസിനും മാഗ്നറ്റിക് കോമ്പസിനും എററുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത്യാവശ്യം കാൽക്കുലേഷൻ ഉണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കോമ്പസ് ലോഗിൽ ഫില്ല് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ചീഫ് ഓഫീസർ. ചീഫ് സാറാണ് എനിക്ക് ട്രെയിനിങ് തരുന്നത്. കാർഗോ ഓപ്പറേഷൻ ആയാലും നാവിഗേഷൻ ആയാലും ചീഫ് സാറാണ് ഇതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് ചീഫ് സാറിൻ്റെ വാച്ചിലാണ്. എപ്പോഴും ചീഫ് സാറിൻ്റെ കൂടെയാണ്. അപ്പം അടുത്ത എനിക്കൊരു തേർഡ് ഓഫീസർ ആകുമ്പം എന്തൊക്കെ ചെയ്യണമെന്നൊരു ഐഡിയ ചീഫ് സാർ പഠിപ്പിച്ചു തരും. ഒരുവിധം വർക്കൊക്കെ കഴിഞ്ഞ് ട്രാഫിക്കൊക്കെ കുറയുമ്പോൾ ചീഫ് സാർ മാക്സിമം എന്നെ പഠിപ്പിക്കാൻ നോക്കും. ഇതിപ്പം സിക്റ്റോ ആണ്, അതായത് ടൈപ്സ് ഓഫ് ഗ്യാസ് ടാങ്കേഴ്സും അതിൻ്റെ ഓപ്പറേഷനും അതിലേതൊക്കെയാണ് പഠിക്കേണ്ടതും നമ്മളുടെ ഷിപ്പ് ഏത് ടൈപ്പാണെന്നും ഇതെല്ലാം ചീഫ് സാർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഷിപ്പിൻ്റെ ഫ്രഷ് വാട്ടറിൻ്റെ റീഡിങ്സ് എടുക്കണം. അതായത് ഷിപ്പിൽ എത്ര ബാക്കി ഫ്രഷ് വാട്ടർ ഉണ്ടെന്നും എത്ര ജനറേറ്റ് ചെയ്തെന്നും എല്ലാത്തിൻ്റെയും എനിക്ക് സൗണ്ടിങ് ലോഗിൽ ഇത് എൻ്റർ ചെയ്യണം. അപ്പോൾ ഫ്രഷ് വാട്ടർ എത്ര ഉണ്ടെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ എഞ്ചിൻ റൂമിലോട്ട് പോകണം. ഞാനിപ്പം ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രഷ് വാട്ടർ ജനറേറ്ററിൻ്റെ റീഡിങ് എടുക്കാൻ പോകണം. കാരണം എത്ര ജനറേറ്റ് ചെയ്തെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് എഞ്ചിൻ റൂമിലോട്ട് പോകാനുള്ള ഡോറ്. അപ്പോൾ നമുക്കിത് തുറന്ന് എഞ്ചിൻ റൂമിലോട്ട് പോകാം. എന്തായാലും എഞ്ചിൻ റൂമിലോട്ട് പോകണോണ്ട് ഞാൻ മെയിൻ എഞ്ചിൻ കാണിച്ചു തരാം ഷിപ്പിൻ്റെ. ഈ കാണുന്നതാണ് മെയിൻ എഞ്ചിൻ. നമുക്ക് പോകേണ്ടത് ഫ്രഷ് വാട്ടർ ജനറേറ്ററിൻ്റെ അടുത്താണ്. ഇതാണ് സീ വാട്ടർ ഫ്രഷ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ജനറേറ്റർ. അപ്പോൾ നമ്മൾ റീഡിങ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെയും ബ്രിഡ്ജിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ഡെയിലി വർക്ക് പ്ലാനും ബാക്കി പേപ്പർ വർക്കൊക്കെ ചെയ്ത് തീർക്കണം. ഇനി അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ ഇപ്പം ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. വൈപ്പറൊക്കെ ഓണാക്കി എല്ലാ ഗ്ലാസും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും.
ഇതിപ്പോൾ സാറ്റ്സി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ സി ഏരിയയിൽ നമ്മൾ പോകുന്ന റൂട്ടിൽ എന്തെങ്കിലും വാർണിങ്സോ ലോ പ്രഷർ ഏരിയ ഉണ്ടോയെന്നോ ചെക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം GMDSS ലോഗ് ഫില്ല് ചെയ്തതാണ്. അതായത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എല്ലാം ഫില്ല് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മളെ സീ സ്റ്റേറ്റും നമ്മളെ വിൻഡും വിസിബിലിറ്റി എല്ലാം നമ്മളെ 4 hours വാച്ച് നടന്ന എല്ലാം ഡെക്ക് ലോഗ് ബുക്കിൽ നമ്മൾ നോട്ട് ചെയ്യണം. വാച്ച് തീരാൻ ഒരു 10 minutes ഉള്ളപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കും. ഇനിയിപ്പം 8 മണിയായി തേർഡ് ഓഫീസർ വന്ന് വാച്ച് ടേക്ക് ഓവർ ചെയ്ത് നമ്മളെ റിലീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാച്ച് കഴിഞ്ഞിപ്പം ആദ്യമേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. എന്നിട്ട് നമുക്ക് ഇനി ഓവർ ടൈം ഉണ്ട് 2 hours. അപ്പോൾ അതിൻ്റെ ഇടയിൽ 1 hour റെസ്റ്റ് ഉണ്ട്. അതിനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ മെസ് റൂം എത്തിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സാമ്പാറും ചട്നിയും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, എഗ്സ്, ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് നൂഡിൽസോ ഓട്സോ കോൺഫ്ലെക്സ് പിന്നെ ബ്രെഡ് പീനട്ട് ബട്ടറൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാണ്. അങ്ങനെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 മസാല ദോശയും എഗ് ബുർജിയും 1 ഗ്ലാസ് പാലും സാമ്പാറുമാണ്, പിന്നെ കുറച്ച് ചട്നിയും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് ക്യാബിനിൽ വന്ന് ഫ്രഷ് ആയി ഇനിയിപ്പം ബോയിലർ സൂട്ടൊക്കെ ഇട്ട് ഡെക്കിലോട്ട് പോകണം. കാരണം 9 മണി തൊട്ട് 11 മണി വരെയാണ് നമ്മൾ ഓവർ ടൈം. ഈ ടൈമിലാണ് നമ്മൾ ഡെക്ക് മെയിൻ്റനൻസും കാർഗോ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ CCR പോകും, കാർഗോ കൺട്രോൾ റൂമിൽ പോകും. അവിടെ ചീഫ് ഓഫീസർ വരും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഡെക്ക് റൗണ്ട് അടിക്കും. പിന്നെ കുറച്ച് വർക്കൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ കാർഗോ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞ് 11 മണിക്ക് ഞങ്ങൾ ഓഫ് ആവും. അപ്പോൾ നമുക്ക് CCRലോട്ട് പോകാം. അങ്ങനെ ഞാൻ CCR എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കാർഗോ കൺട്രോൾ റൂം. ഇവിടെയാണ് നമ്മുടെ കാർഗോ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഓഫീസും. ചീഫ് ഓഫീസർ ഫസ്റ്റ് തന്ന വർക്കെന്ന് വെച്ചാൽ നമ്മുടെ കംപ്രസർ റണ്ണിങ് ആയതുകൊണ്ട് ഇതിൻ്റെ ടാങ്കിൻ്റെയൊക്കെ ടോപ്പ് സ്പ്രേയും ബോട്ടം സ്പ്രേയും അഡ്ജസ്റ്റ് ചെയ്യണം. അത് പുറത്ത് പോകണം. അതിൻ്റെ മുമ്പേ കുറച്ച് പെർമിറ്റ് ഉണ്ടാക്കണം. അത് ഫയലിങ് ചെയ്യണം. അങ്ങനെ ഇത് കഴിഞ്ഞ് നമുക്ക് പുറത്തോട്ട് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പർ ഡെക്കിലാണ്. ഇതാണ് പുറത്തോട്ട് പോകാനുള്ള ഡോറ്. ഇനിയിപ്പം നമുക്ക് ടോപ്പ് സ്പ്രേയും ബോട്ടം സ്പ്രേ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ടെക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പുറത്തു നിന്നാണ് ചെയ്യേണ്ടത്. ഇതാണ് ടാങ്ക് ഡോം. ഓരോ ടാങ്കിനും ടാങ്ക് ഡോം ഉണ്ട്. 4 ടാങ്കാണ് ഉള്ളത്. ഇപ്പം ഫസ്റ്റ് ടാങ്ക് ഡോമിൻ്റെ മണ്ടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മൊത്തം വെള്ളവും ഐസാണ്. നോക്കി നടക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പാവും. കാരണം നമ്മളെ ഗ്യാസ് തണുപ്പിച്ച് ലിക്വിഡായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടോപ്പ് സ്പ്രേയും ബോട്ടം സ്പ്രേ വാൾവ്. ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ഗ്യാസ് മീറ്റർ. അപ്പം ഞാനിപ്പം ഹോൾ സ്പേസിന്റെ ഗ്യാസ് ചെക്ക് ചെയ്യാൻ പോയാണ്. O2 കണ്ടന്റ് ചെക്ക് ചെയ്യാൻ നമ്മളിത് ഡെയിലി ചെക്ക് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓവർ ടൈമിൽ ഞാൻ ചെയ്യാറുള്ളത് ഓരോ ദിവസവും. അപ്പം ഞാൻ ഇങ്ങനെ ഗ്യാസ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓരോ ഹോൾ സ്പേസിനും ഗ്യാസ് ചെക്ക് ചെയ്യുന്ന സെപ്പറേറ്റ് പോയിന്റ് ഉണ്ട്. ഇത് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കാർഗോ ടാങ്കും ഷിപ്പിൻ്റെ ബൾക്ക് ഹെഡും ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്പേസാണ് ഹോൾ സ്പേസ്. അപ്പോൾ കാർഗോ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇനി എങ്ങാനും ലീക്കായാൽ തന്നെ ഇത് ഫയർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫയർ ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നൈട്രജനാണ് ഇത് നിറച്ചിട്ടേക്കുന്നത്. O2 ഇത് കാണാനേ പാടില്ല. എന്ന് വെച്ചാൽ O2% ഒരു <5% ആണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ബലാസ്റ്റിംഗ് ചെയ്യണം. അതായത് നമ്മുടെ ഷിപ്പിൻ്റെ ഫ്യൂൽ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഫ്യൂൽ ടാങ്ക് എംപ്റ്റി ആകുമ്പം ഷിപ്പ് ഒരു സൈഡിലോട്ടോ മറ്റു സൈഡിലോട്ടോ ഒന്ന് ചരിയും. അപ്പം ബലാസ്റ്റിംഗ് ചെയ്താണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അതായത് ഷിപ്പിന് വെള്ളം അടിച്ച് നിറയ്ക്കാൻ പറ്റിയ കുറേ വാട്ടർ ടാങ്ക് ഉണ്ട് ഷിപ്പിൻ്റെ ചുറ്റും 2 സൈഡിലും. അപ്പം ഒരു സൈഡിൽ നമ്മൾ കൂടുതൽ വെള്ളം അടിച്ച് ഷിപ്പ് കറക്റ്റ് ലെവലാക്കും, സ്റ്റെബിലിറ്റി കറക്റ്റാക്കും. അപ്പം ചീഫ് ഓഫീസർ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു സൗണ്ടിങ് തന്നിട്ടുണ്ട്. അത്രയും നമുക്ക് ബലാസ്റ്റിംഗ് ചെയ്താൽ മതി. ഇപ്പം എഞ്ചിൻ റൂമിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്, നമ്മൾ ബലാസ്റ്റ് പമ്പ് റെഡി ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ബലാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഏത് ടാങ്കിലോ വേണ്ടത് അവിടെ ലൈനപ്പ് ചെയ്ത് നമുക്ക് വാൾവൊക്കെ ഓപ്പൺ ചെയ്ത് പമ്പ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ബലാസ്റ്റിംഗ് കഴിഞ്ഞ് ഇനി ടാങ്ക് പാരാമീറ്റേഴ്സ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, സെക്കൻഡ് ഓഫീസറിന് ന്യൂൺ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ നമ്മളുടെ വർക്ക് കഴിഞ്ഞു. ഇനി ഒരു 11 മണി തൊട്ട് 12 മണി വരെ ഞാനും ചീഫ് ഓഫീസറും വർക്കൗട്ട് ചെയ്യും. അപ്പം നമുക്ക് ജിമ്മിലോട്ട് പോവാം. I won't stop till I wear the crown. I swear to God they all let me down. I always fought just to win the crown. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് മെസ് റൂമിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം. ലഞ്ചിന് ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞാൻ ക്യാബിനിൽ വന്നു. ഇനിയിപ്പം നമുക്ക് റെസ്റ്റാണ്. ഞാൻ ഇനിയിപ്പം കിടന്നുറങ്ങും. ഒരു 3:30 ആകുമ്പം എണീക്കും. ഗൈസ്, അപ്പം നമ്മൾ പിന്നെ എണീറ്റിട്ടുണ്ട്. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഇനിയും നമുക്ക് വാച്ചുണ്ട് വൈകിട്ട് ഒരു 4 മണി തൊട്ട് 8 മണി വരെ. അപ്പം നമുക്ക് ഇനിയും ബ്രിഡ്ജിലോട്ട് പോവാം.
അങ്ങനെ അടുത്ത വാച്ചിന് ഞാനും ചീഫ് ഓഫീസറും ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഓഫീസറിനെ റിലീവ് ചെയ്തു. പിന്നെയും ഒരു കോഫിയൊക്കെ കുടിച്ച് ഇനിയിപ്പം വലിയ ട്രാഫിക്കൊന്നുമില്ല, നോക്കിയിട്ട് നല്ല വിസിബിലിറ്റിയാണ്. പിന്നെ ചെറിയ ചെറിയ ഫിഷിംഗ് ബോട്ട് ഉണ്ടോയെന്ന് നോക്കും. പിന്നെ നമ്മുടെ കംപ്രസർ 2 റണ്ണിങ്ങിലാണ്. അപ്പം ഇടയ്ക്ക് വന്ന് ഇവിടെ ടാങ്ക് പ്രഷറും ടെമ്പറേച്ചറും എല്ലാം നോക്കും. പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് എഗ്ഡിസിൽ നമ്മളുടെ ഓൺ ഷിപ്പ് പൊസിഷൻ പ്ലോട്ട് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ പൈലറ്റിലാണെങ്കിൽ തന്നെ നമ്മളുടെ ഷിപ്പ് ട്രാക്ക് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് ഇടയ്ക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ 6 മണിക്ക് തേർഡ് ഓഫീസറിന് കോൾ കൊടുക്കും ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി റിലീവ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് ഷിപ്പിൻ്റെ ടൈം ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അതായത് 1 hour റിട്ടാർഡ് ചെയ്യും. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സൺസെറ്റ് ആവാറായി. ഞാൻ ഇപ്പം ബ്രിഡ്ജ് വിങ്ങിൽ ഇറങ്ങി കോമ്പസർ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞു നമ്മളിപ്പം ഡിന്നർ കഴിക്കാൻ പോവും. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് ബ്രിഡ്ജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട് വീണ്ടും. ഇനിയിപ്പോൾ നേരത്തെ അനൗൺസ് ചെയ്ത കണക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളിപ്പം യുഎസിൽ നിന്ന് ചൈനയിലോട്ട് പോയാണ്. അപ്പം അവിടുത്തെ ടൈം സോൺ യുഎസിലെ -6 ആണ്. നമ്മളിപ്പോൾ ഇവിടെ ചൈനയിലോട്ട് വരുമ്പോൾ +6 ആവും, +7 ഒക്കെ ആവും. അപ്പം ഓരോ 15 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ 1 hour റിട്ടാർഡ് ചെയ്യും. എന്ന് വെച്ചാൽ 1 മണിക്കൂർ നമ്മൾ കുറയ്ക്കും. അപ്പം ഷിപ്പിലെ എല്ലാ ക്ലോക്കും ഒരുമിച്ച് നമ്മൾ 1 മണിക്കൂർ ഇങ്ങനെ കുറയ്ക്കും. അതിനു വേണ്ടിയാണ്, ഇതാണ് ഷിപ്പിലെ മെയിൻ യൂണിറ്റ്. ഇവിടെയാണ് നമ്മളിപ്പോൾ റിട്ടാർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് റിട്ടാർഡാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ റിട്ടാർഡ് ചെയ്തിട്ടുണ്ട്, മെയിൻ യൂണിറ്റ് റിട്ടാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മെയിൻ ക്ലോക്ക് ഷിപ്പിലുള്ള എല്ലാ ക്ലോക്കും ഇപ്പം 8 മണിയായിരുന്നു, ഞാൻ ഇപ്പോൾ 7 മണി ആക്കിയിട്ടുണ്ട്. അപ്പം ക്ലോക്കൊക്കെ തിരിഞ്ഞ് കറങ്ങും. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ക്ലോക്ക് തിരിഞ്ഞ് കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പയ്യെ 8 മണി 7 മണിയാവും. ഷിപ്പിലെ എല്ലാ ക്ലോക്കും ഈ സെയിം ടൈമിൽ തന്നെ എല്ലാം ചേഞ്ച് ആവും. ഈ റിട്ടാർഡുള്ള ദിവസം ഷിപ്പിലെ എല്ലാവർക്കും നല്ല സന്തോഷമാണ്. കാരണം 1 hour എക്സ്ട്രാ കിട്ടുകയാണ് റെസ്റ്റ് ടൈം. ഇനി ബാക്കി റിപ്പോർട്ടിങ്ങും ഡെയിലി വർക്ക് ഡണ്ണും എല്ലാം കംപ്ലീറ്റ് ആക്കി. ഇനിയിപ്പം ഡെക്ക് ലോഗും കൂടെയും കംപ്ലീറ്റ് ആക്കിയാൽ നമ്മളുടെ വാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേർഡ് ഓഫീസർ നമ്മളെ വന്ന് റിലീവ് ചെയ്യും. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഡ്യൂട്ടീസ്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ ഞാൻ ക്യാബിനിൽ വന്നിട്ടുണ്ട് ഒരു 8:15 ആയപ്പം. ഇനിയിപ്പോൾ ഞാൻ യൂണിഫോം ചേഞ്ച് ചെയ്ത് റെക്രിയേഷൻ റൂമിൽ പോയി മൂവീസോ ഗെയിംസോ വല്ലതും കളിക്കും. എന്നിട്ട് ഒരു 9:30 ആകുമ്പോൾ തിരിച്ച് ക്യാബിനിൽ വന്ന് കിടന്നുറങ്ങും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.